2024 ജൂൺ 26 ബുധൻ. ഇന്ന് 1199 മിഥുനം 12. വാർത്തകൾ വായിക്കുന്നത് ജി രവി. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. ഓം ബിർളയ്ക്കെതിരെ കൊടിക്കുന്നിൽ. ബിർളയുടെ ജയം ഉറപ്പെങ്കിലും കരുത്തു കാട്ടാൻ ഇന്ത്യ സഖ്യം. മത്സരം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഉറപ്പ് കിട്ടാത്തതിനാൽ. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനെന്ന് ഉറപ്പ് നൽകാൻ BJP വിസമ്മതിച്ചതോടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. കഴിഞ്ഞ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് NDA സ്ഥാനാർത്ഥി. ഇന്ത്യ സഖ്യത്തിനായി കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും. ഇന്ന് രാവിലെ 11-നാണ് തിരഞ്ഞെടുപ്പ്. ഓം ബിർളയുടെ ജയം ഉറപ്പാണെങ്കിലും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തി പ്രകടനത്തിന് വഴിയൊരുക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും അമിത്ഷായും JP നഡ്ഡയും പീയൂഷ് ഗോയലുമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണെന്നും അത് അംഗീകരിച്ചാൽ NDAയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്നും ഇന്ത്യ സഖ്യം നേതാക്കൾ പറഞ്ഞു. എന്നാൽ ആദ്യം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, അതിനുശേഷം ഡെപ്യൂട്ടി സ്പീക്കറുടെ വിഷയം ചർച്ച ചെയ്യാം എന്നായിരുന്നു മന്ത്രിമാരുടെ മറുപടി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച രാത്രി ഫോണിൽ നടത്തിയ ചർച്ചയിലും അന്തിമ തീരുമാനമായില്ല. സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകുന്നതിനുള്ള സമയപരിധി ഇന്നലെ ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷ ആവശ്യം നിരാകരിച്ച് ഓം ബിർളയുടെ സ്ഥാനാർത്ഥിത്വം ഭരണപക്ഷം പ്രഖ്യാപിച്ചു. ഇതോടെ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടും പ്രോടൈം സ്പീക്കർ പദവി നിഷേധിക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെ രംഗത്തിറക്കി മത്സരത്തിന് ഇന്ത്യ സഖ്യവും അതിവേഗം സജ്ജമായി. സമയപരിധി അവസാനിക്കുന്നതിന് 5 മിനിറ്റ് മുൻപാണ് കൊടിക്കുന്നിലിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ള പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. എന്നാൽ കൂടിയാലോചിക്കാതെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. NDAയ്ക്ക് ലോക്സഭയിൽ 293 അംഗങ്ങളുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 236. അസാഞ്ചിൻ്റെ ജയിൽ ദുരിതം അവസാനിക്കുന്നു. കോളിളക്കം സൃഷ്ടിച്ച ചാരക്കേസിൽ US-മായി ധാരണ. ഇന്ന് വിചാരണ ശിക്ഷ ഇതിനകം അനുഭവിച്ചതായി കണക്കാക്കി വിട്ടയക്കും. ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിലെ കുടുസുമുറിയിൽ കഴിച്ചുകൂട്ടിയ 1901 രാപ്പകലുകളുടെ ഇരുട്ടിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ജൂലിയൻ അസാഞ്ച് ഒടുവിൽ പുറത്തിറങ്ങി. പലവിധ ആരോപണങ്ങളിൽ സൈനിക രഹസ്യരേഖകൾ കൈക്കലാക്കൽ, ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം മാത്രം സംബന്ധിച്ച് US-മായി ധാരണയിലെത്തിയതോടെയാണ് തിങ്കളാഴ്ച വിക്കിലീക്സ് സ്ഥാപകൻ്റെ ജയിൽ മോചനം സാധ്യമായത്. US-മായുള്ള ധാരണ പ്രകാരം ചാരക്കുറ്റം സംബന്ധിച്ച അസാഞ്ചിനെ ഇന്ന് വിചാരണ ചെയ്യും. US-ൽ ചെല്ലാൻ വിസമ്മതിച്ച അസാഞ്ചിൻ്റെ നിലപാട് മാനിച്ച് പസഫിക് സമുദ്രത്തിലെ കോമൺവെൽത്ത് പ്രദേശത്ത് നോർത്തേൺ മരിയാന ദ്വീപ സമൂഹങ്ങളിലുള്ള സൈപ്പാനിലെ കോടതിയിലാണ് വിചാരണ. ശിക്ഷയായി വിധിക്കുന്ന 62 മാസം തടവ് ഇതിനോടകം അനുഭവിച്ചതായി കണക്കാക്കി അസാഞ്ചിനെ ജന്മനാടായ ഓസ്ട്രേലിയയ്ക്ക് മടങ്ങാൻ അനുവദിക്കും. ഭാര്യ സ്റ്റെല്ലയും 2 മക്കളും അസാഞ്ചിനെ കാത്ത് അവിടെയുണ്ടാകും. ഓസ്ട്രേലിയയുടെ അടുത്താണ് മരിയാന ദ്വീപ് സമൂഹം. അവയവ കച്ചവട കേസ്. അവയവം സ്വീകരിച്ചവരുടെ മൊഴിയെടുക്കും. രാജ്യാന്തര അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അവയവം സ്വീകരിച്ചവരെ കണ്ടെത്തി മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചു. ജമ്മു സ്വദേശികളായ 4 പേർ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറായതോടെ അവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. കേസിലെ ഇരകളായ അവയവദാതാക്കളെ കബളിപ്പിച്ചാണ് അവയവദാനത്തിന് സമ്മതിപ്പിച്ചതെന്നും റാക്കറ്റ് കൈപ്പറ്റിയ പണം ദാതാക്കൾക്ക് കൈമാറിയില്ലെന്നും അവയവം സ്വീകരിച്ചവരോ ബന്ധുക്കളോ അറിഞ്ഞിരുന്നില്ല. പോലീസ് ഇക്കാര്യം അറിയിച്ചപ്പോഴാണ് പലരും അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറായത്. അവയവം കൈപ്പറ്റിയ വിദേശികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കേരളത്തിൽ നടന്ന അവയവ കച്ചവടത്തെപ്പറ്റി ലഭിച്ച പരാതികളിൽ പോലീസ് അന്വേഷണം നടക്കുന്നതായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. എറണാകുളം ജില്ലയിൽ നടന്ന അവയവ കച്ചവടങ്ങളെക്കുറിച്ചാണ് പോലീസിന് പരാതി ലഭിച്ചത്. സിറ്റി പോലീസിൻ്റെ പരിധിയിലെ പനങ്ങാട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെന്ന് പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു. കാരണമില്ലാതെ ജാമ്യഹർജി മാറ്റിവെക്കരുതെന്ന് സുപ്രീം കോടതി. വ്യക്തമായ കാരണമില്ലാതെ ജാമ്യഹർജികൾ മാറ്റിവെക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. AAP MLAയും മുൻ മന്ത്രിയുമായ സത്യേന്ദർ ജെയിൻ്റെ ജാമ്യാപേക്ഷ ഹർജി ഇനി പരിഗണിക്കുന്ന ദിവസം തന്നെ തീർപ്പാക്കുമെന്നാണ് കരുതുന്നതെന്നും സുപ്രീം കോടതി ജഡ്ജിമാരായ SVN ഭാട്ടി, മനോജ് മിശ്ര എന്നിവരുടെ ബെഞ്ച് പ്രതികരിച്ചു.
കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സത്യേന്ദർ ജെയിനിൻ്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി 6 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഹൈക്കോടതി ജൂലൈ 9-നാണ് ഇനി ജാമ്യഹർജി പരിഗണിക്കുക. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ആദ്യം തീരുമാനമെടുക്കട്ടെയെന്നും അതിനുശേഷം ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും ജഡ്ജിമാർ നിർദ്ദേശിച്ചു. മെയ് 28-നാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ 6 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റിയത്. 2022 മെയ് 30-നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സത്യേന്ദർ ജെയിൻ അറസ്റ്റിലായത്. ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് റദ്ദാക്കി. ഗാസ സിറ്റിയിൽ 24 മരണം. ഗാസ സിറ്റിയിൽ 3 നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 24 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 2 സ്കൂളുകളും പാർപ്പിട കേന്ദ്രങ്ങളുമാണ് ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിക്ക് ഇരയായത്. സ്കൂൾ ആക്രമണത്തിൽ 14 പേരും ഷാദിയിലെ വീട്ടിൽ 10 പേരും കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ആക്രമണം നടത്തി. അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവരിൽ 7 പേർ കൊല്ലപ്പെട്ടു. സഹായ വിതരണം പുതിയ പ്രതിസന്ധികളെ നേരിടുകയാണെന്ന് UN ഏജൻസി പറഞ്ഞു. ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കടത്തുന്ന സംഘങ്ങൾ പെരുകി. പട്ടിണി വർദ്ധിച്ചു. ഓരോ ദിവസവും ശരാശരി 10 പലസ്തീൻ കുട്ടികൾക്ക് യുദ്ധത്തിൽ പരിക്കേറ്റ് കാലുകൾ നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ 50 ദിവസമായി ഗാസയിൽ സഹായ വിതരണ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ചന്ദ്രനിലെ കാണാവശത്തെ കല്ലും മണ്ണും ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രൻ്റെ വിദൂരവശത്തെ കല്ലും മണ്ണും അടങ്ങിയ സാമ്പിളുകളുമായി ചൈനയുടെ ചാങ്ഇ 6 ദൗത്യത്തിൻ്റെ റിട്ടേണർ പേടകം ഭൂമിയിലിറങ്ങി. ചൈനയിലെ ഇന്നർ മംഗോളിയ മേഖലയിൽ ഇന്നലെ ഇന്ത്യൻ സമയം 11:30 കഴിഞ്ഞപ്പോഴായിരുന്നു ഇറക്കം. വിദൂരവശത്തു നിന്നുള്ള സാമ്പിളുകൾ ഇതാദ്യമായാണ് ഭൂമിയിലെത്തുന്നത്. ഇവയ്ക്ക് 2 കിലോയോളം ഭാരമുണ്ട്. സാമ്പിളുകളിൽ ചൈനീസ് ശാസ്ത്രജ്ഞർ പഠനം നടത്തിയ ശേഷം മറ്റു രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർക്ക് അവസരം നൽകും. കഴിഞ്ഞ മെയ്യിലാണ് ദൗത്യം വിക്ഷേപിച്ചത്. ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസം കാരണമാണ് വിദൂരവശം ഭൂമിയിൽ നിന്ന് തിരിഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ്റെ നമുക്ക് അഭിമുഖമായുള്ള വസ്തു നിന്നും ഘടനാപരമായി വ്യത്യാസമുള്ളതാണ് വിദൂരവശം. ചന്ദ്രൻ്റെ ഉത്ഭവം ഉൾപ്പെടെ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് ലഭിക്കാൻ ഇപ്പോഴെത്തിച്ച സാമ്പിളുകൾ സഹായകരമായേക്കും. ചന്ദ്രൻ്റെ വിദൂരവശത്ത് ഇറങ്ങിയ ഒരേയൊരു രാജ്യം ചൈനയാണ്. 2019 ചാങ്ഇ 4 ദൗത്യത്തിലൂടെയാണ് ആദ്യം ഇത് സാധിച്ചത്. മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ വയനാട്, കണ്ണൂർ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. സ്കോൾ കേരള സാധാരണ ഹയർ സെക്കൻഡറിക്ക് തുല്യം. സ്കോൾ കേരള +1 അപേക്ഷ ജൂലൈ 24 വരെ. പ്രായപരിധിയില്ല. സയൻസും പഠിക്കാം. ഉപരിപഠനത്തിന് അർഹതയോടെ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയെങ്കിലും 11ാം ക്ലാസ്സിൽ ആഗ്രഹിച്ച പ്രവേശനം കിട്ടാത്തവരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഏതു പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള സൗകര്യം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സ്കോൾ കേരള. പ്രവേശനത്തിന് ജൂലൈ 24 വരെ ഓൺലൈനായും 60 രൂപ പിഴയെടുത്ത് ജൂലൈ 31 വരെയും രജിസ്റ്റർ ചെയ്യാം. സൈറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്തു കിട്ടുന്ന ചലാൻ ഉപയോഗിച്ച് സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകളിൽ ഓഫ്ലൈനായി പണമടയ്ക്കാനും സൗകര്യമുണ്ട്. ഈ യോഗ്യത സാധാരണ ഹയർ സെക്കൻഡറിക്ക് തുല്യം. അപേക്ഷകർ SSLC തുല്യ യോഗ്യത നേടിയിരിക്കണം. സപ്ലൈകോ സുവർണ ജൂബിലി. 50 ഉൽപ്പന്നങ്ങൾക്ക് 50 ദിവസം വിലക്കുറവ്. സപ്ലൈകോ സുവർണ ജൂബിലി ഭാഗമായി 50-50 പദ്ധതി. സബ്സിഡിയില്ലാത്ത 50 ഉൽപ്പന്നങ്ങൾക്ക് 50 ദിവസത്തേക്ക് പ്രത്യേക വിലക്കുറവ് നൽകുമെന്ന് ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഹാപ്പി അവേഴ്സ് പദ്ധതി പ്രകാരം സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ 2 മുതൽ 3 വരെ സബ്സിഡി രഹിത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് 10% അധിക വിലക്കുറവ് നൽകും. 14 ജില്ലകളിലും ഓരോ സൂപ്പർ മാർക്കറ്റ് നവീകരിച്ച് സിഗ്നേച്ചർ മാർട്ടുകളാക്കി ക്ഷീര ശീതീകരിച്ച ഉൽപ്പന്നങ്ങൾ നൽകുമെന്ന് അധ്യക്ഷനായ മന്ത്രി GR അനിൽ അറിയിച്ചു. പുതിയതും നവീകരിച്ചതുമായ 50 വിൽപ്പനശാലകളും തുറക്കും. ശുഭദിനം. നന്ദി.